പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലേക്ക് നീങ്ങുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 2 എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ പതാകയേന്തിയ കപ്പലുകളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ഈ ആക്രമണം. എന്നാൽ ഈ 2 കപ്പലുകളിലുമായി ആകെ 30ഓളം ഇന്ത്യൻ നാവികരുണ്ടായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഒരു കപ്പലിലെ നാവികനാണ് ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ 9 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ ഇവരെ അടിയന്തരമായി വിദഗ്ധ ചികിത്സക്കായി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറാൻ US സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ മേഖലയിൽ കൊല്ലപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഇതോടെ 13ആയി ഉയർന്നു. ആക്രമണത്തെ തുടർന്ന് 3 ഇന്ത്യൻ നാവികരെ കടലിൽ കാണാതായിട്ടുണ്ടെന്ന കടുത്ത ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇറാനും US തമ്മിലുള്ള പോരാട്ടം 3ാം ദിവസവും അതിശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെയും ഇറാന്റെ പ്രധാന നഗരങ്ങളായ ബുഷ്ഹർ, ബന്ദർ അബ്ബാസ്, മഷ്ഹദ് എന്നിവിടങ്ങളിൽ US യുദ്ധവിമാനങ്ങൾ ശക്തമായ ബോംബ് ആക്രമണങ്ങളാണ് നടത്തിയത്. കൂടാതെ അബു മുസ, ബഷം, കിഷ് ദ്വീപുകളിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ ഉണ്ടായി. ഇറാന്റെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങളെയും ഡ്രോൺ ലോഞ്ചറുകളെയും മിസൈൽ കേന്ദ്രങ്ങളെയും പൂർണ്ണമായി തകർക്കുക എന്നതായിരുന്നു US സൈന്യത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഇതിന് കൃത്യമായ മറുപടിയാണ് ഇറാൻ നൽകിയത്. കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ പരമ്പരയായി മിസൈലുകളും ഡ്രോണുകളും വർഷിച്ചു. ഇറാന്റെ ക്രൂയിസ് മിസൈലുകൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിൽ പതിച്ചതായും കുവൈത്തിലെ US വാർത്താവിനിമയ ഉപകരണങ്ങൾ, ഇന്ധന ഡിപ്പോകൾ, പാട്രിയറ്റ് മിസൈൽ ബാറ്ററികൾ എന്നിവ തകർത്തതായും സ്ഥിരീകരിച്ചു. ബഹ്റൈനിലെ US എംബസിക്ക് നേരെയും അൽ ജാഫർ സൈനിക താവളത്തിന് നേരെയും കടുത്ത ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സംഘർഷ മേഖലയിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ കടുത്ത നയതന്ത്ര പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ഇറാൻ ഡെപ്യൂട്ടി അംബാസിഡറും ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജവാദ് ഹുസൈനിയും മറ്റ് ഇറാൻ നയതന്ത്രജ്ഞരെയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് വിളിച്ചു വരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാകുന്ന നടപടികളിൽ നിന്ന് ഇരുവിഭാഗവും അടിയന്തരമായി പിന്മാറണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലുള്ള ബാക്കി ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അടിയന്തര നയതന്ത്ര നീക്കങ്ങൾ രാജ്യം ആരംഭിച്ചതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള വ്യോമാക്രമണം പുനരാരംഭിച്ച കാര്യം ഔദ്യോഗികമായി US കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചത് ഇറാൻ എന്ന് UN ഇറാൻ അംബാസിഡർ അമീർ സയ്യിദ് ആരോപിക്കുമ്പോൾ തന്നെ തങ്ങളെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് മേൽ 20% സംരക്ഷണ ഫീസ് ചുമത്തുമെന്ന തീരുമാനം പിൻവലിക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് മേഖല പൂർണ്ണമായും ഒരു അശാന്തിയായി മാറുമ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയും കടുത്ത ആശങ്കയിലാണ്. എണ്ണവിലയിലുണ്ടാകുന്ന വർധനവും കപ്പൽ ഗതാഗത തടസ്സങ്ങളും ആഗോള പ്രതിസന്ധിക്ക് കാരണമാകും.